ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളെല്ലാവരും അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്നതാണ് ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നും ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ഇത് തന്നെയാണ് സിനിമയിൽ ഒരു വേസ്റ്റ് ബോക്സിൽ നിന്നും എങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നത്. രഘുവിൻ്റെ സ്വന്തം റസിയ പോലുള്ള സിനിമകളുണ്ട്. അത് ബോക്സ് ഓഫീസിൽ പരാജയമായെങ്കിലും ഞാൻ ആ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ അത്. കാരണം വിനയൻ സാർ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. മേഘന എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു വേസ്റ്റ് ബോക്സിൽ നിന്നും ഭക്ഷണം വാരി കഴിക്കുന്നുണ്ട്. അതെല്ലാവരും എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്തത്, അത് ഒറിജിനലാണോ എന്നുള്ളത്. അത് എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇത് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ വേസ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ തുണിയൊക്കെയാണ്, നമ്മുടെ വീട്ടിലുള്ള തുണികൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിപ്പോൾ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റ്, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിനൊരു നാച്ചുറാലിറ്റി കിട്ടണം. നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ ഫുഡിൻ്റെ വേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ബിരിയാണി, ഈ ബിരിയാണി നമ്മൾ വാങ്ങിയ ബിരിയാണിയാണ്. കണ്ട, ഈ ബിരിയാണി പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം വേസ്റ്റ് ആക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ കുഞ്ഞ് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് ഭദ്രമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിച്ച് വെച്ചതാണെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഒരു കവറിനകത്തായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരായിക്കോട്ടെ അവർക്ക് എന്താണോ ആപ്റ്റായിട്ടുള്ള ഭക്ഷണം അത് തന്നെയായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ കവറിനകത്ത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ഒരു കവറിനകത്തായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വേസ്റ്റ് ബാഗാണ്. ഇത് നമ്മൾ ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ആ ബിരിയാണി മാറ്റുന്നത്. കാരണം എന്താണെന്നറിയോ, ഇത് ആർട്ടിസ്റ്റ് എവിടെയാണോ അഭിനയിക്കുന്നത് അവിടെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്യണം. അത് ആർട്ടിസ്റ്റിൻ്റെ മുന്നേ വെച്ച് തന്നെ അത് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായും ഇതിൻ്റെ വിശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കവറെടുത്തു. നമ്മൾ ആ കവറ് ഫ്രഷ് ആയിട്ടുള്ള കവറാണ്, നല്ല വൃത്തിയുള്ള കവറാണ്. അപ്പോൾ അത് തന്നെ നമ്മളെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തിട്ട് ഈ ബിരിയാണി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങ് ഇടുന്നു. ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലായി. ഇത്രയും ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാണ്.
ഈ ബിരിയാണി നമ്മൾ വാങ്ങിച്ചത് ഒരിക്കലും അത് വേസ്റ്റ് ആക്കുന്നില്ല, അത് ആ കുഞ്ഞ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫീല് ഇപ്പോൾ ഒരു ഭയങ്കര വേസ്റ്റിനകത്ത് കിടക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഫീൽ ഉണ്ടാക്കാം. കാരണം കുറച്ചുകൂടി വേസ്റ്റുകൾ ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലപോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഇതുണ്ട്, ഈ വേസ്റ്റിൻ്റെ ഇപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫീൽ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരു അത്രയും ഇതിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം മാത്രമേ നമ്മളിപ്പോൾ വർക്കൗട്ട് ആക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ സിനിമയിൽ വേസ്റ്റ് കൂനയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, ആർട്ടിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എങ്ങനെയാണ് സിനിമയിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും ആർട്ടിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്. നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന പുതിയൊരു കലാകാരന് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ ഓരോ എപ്പിസോഡുകളും. നിങ്ങൾക്കെല്ലാം ഇനിയും ഞാനൊരു വാക്ക് തരികയാണ്, സിനിമയുടെ തിരക്ക് മൂലമായിരുന്നു നമുക്ക് എപ്പിസോഡുകൾ ചെയ്യാൻ കഴിയാതെ പോയത്. സിനിമയുമായുള്ള ടിപ്സുകൾ എല്ലാ ആഴ്ചകളിലും ഉണ്ടാകും. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.